കാർഷിക മേഖലയിൽ തേനൂറും കഥകളാണ് ചെറുപുഴയിലെ ഡെന്നി കാവാലത്തിന് പറയാനുള്ളത്. കുട്ടിക്കാലം മുതൽ തേനീച്ചകളുമായി ഇടപഴകിയ ഡെന്നി ഇന്ന് മികച്ച ഒരു തേനീച്ച കർഷകനാണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സംയോജിത മാതൃകാ കൃഷിത്തോട്ടം പദ്ധതി പ്രകാരം തേനീച്ച കൃഷിയിൽ വിജയം കൊയ്യുകയാണ് ഡെന്നി കാവാലം. പദ്ധതി പ്രകാരം തൻ്റെ കൃഷിയിടത്തിൽ 16 പെട്ടികളിലായാണ് ഡെന്നി തേനീച്ച കൃഷി ചെയ്തത്. പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ തേനാണ് കിട്ടിയതെന്ന് ഡെന്നി പറഞ്ഞു. തേനീച്ച കൃഷിയിൽ ഞാൻ വർഷങ്ങളായി ഈ തേനീച്ച കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് വളരെ താല്പര്യമുണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൽ. കാരണം വർഷങ്ങൾക്ക് മുൻപേ ഈ കല്ലുകളിൻ്റെ പൊത്തിലും മരപ്പൊത്തിലും ഒക്കെ തേൻ ഉണ്ടാക്കുന്ന കാണുമ്പോൾ അത് വളരെ കൗതുകത്തോടെ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഫാദറിൻ്റെ കൂടെ പോയി തേൻ എടുക്കുകയും അത് പുകച്ച് ചകിരി കൊണ്ട് പുകച്ച് തേൻ എടുക്കുന്നതൊക്കെ ആ പഴയ ഓർമ്മ എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴിന്ന് കല്ലിൻ്റെയോ മരത്തിൻ്റെയോ പൊത്തുകളിലൊന്നും ഇന്ന് തേൻ നമുക്ക് ലഭ്യമല്ല. ഇന്ന് കൂടുതലും അതിനെ ഈ പെട്ടികളിലാക്കി സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് വർഷങ്ങളായി നമ്മൾ കണ്ടുവരിക. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇത് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രൊജക്റ്റിൽ കിട്ടിയതാണ്. അത് 16 പെട്ടികളുണ്ട്. ഈ 16 പെട്ടിയിലും നിലവിൽ ഇപ്പോൾ തേനീച്ചകളുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ തേനുണ്ട്. തേൻ്റെ ഉൽപ്പാദനം ഒരു പകുതി കാലം കഴിഞ്ഞു. ഇനി ഒരു പക്ഷേ ഒരു 4-5 ആഴ്ചകൾ കൂടി മാത്രമേ നമുക്കിവിടെ ഈ തേൻ കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ കർണാടക ഫോറസ്റ്റിനോട് ചേർന്നാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ കർണാടക ഫോറസ്റ്റാണ്. അപ്പോൾ ഈ വലിയ തേനീച്ച 1 കിലോമീറ്റർ വരെ ദൂരത്തിൽ പോയി ഈ തേൻ സംഭരിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ കൂടുതലായും കിട്ടുക റബ്ബറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ റബ്ബർ ഇലയിൽ നിന്നും കിട്ടുന്ന തേന്, അതുപോലെ തെങ്ങിൻ്റെ പൂക്കുലയിൽ നിന്നും, അതിലൊക്കെ ഉപരിയായി ഈ കർണാടക ഫോറസ്റ്റ് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ പലതരത്തിലുള്ള വൃക്ഷലതാദികളും മരങ്ങളും പൂവുകളും മരുന്നുകളും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ഫോറസ്റ്റ്. അപ്പോൾ ഫോറസ്റ്റിൽ പോയി എടുത്തു കൊണ്ടുവരുന്ന തേനിന് ഔഷധ മൂല്യം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തുള്ള തേനീച്ചകൾ കൊണ്ടുവരുന്ന തേനിന് ഔഷധ മൂല്യം വളരെ കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തേനിൻ്റെ വില 250 രൂപ എന്ന് പറഞ്ഞാൽ തുച്ഛമായ വിലയാണ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതിനെ സംരക്ഷിക്കാൻ വളരെയധികം കഷ്ടപ്പാടുണ്ട്. ഒരു സീസൺ മുഴുവൻ ഇതിന് പഞ്ചസാര ലായനി കൊടുത്ത് ഇതിനെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു ഫെബ്രുവരി മാർച്ച് മാസമാകുമ്പോൾ നമുക്ക് തേൻ എടുക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും ഒരു ഫെബ്രുവരി മാസം ഈ റബ്ബറൊക്കെ പൂക്കുന്ന സമയത്ത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തെ സീസൺ പൂർണ്ണമായും നഷ്ടമാകും. ഒരു തുള്ളി തേൻ പോലും നമുക്ക് ലഭ്യമില്ല. പക്ഷേ ഈ വർഷം നമുക്ക് തേനുണ്ട്, അതിന് നല്ല രീതിയിലുള്ള വില കിട്ടുന്നില്ല. ഇവിടെ പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ സബ്സിഡി കൊടുത്ത് കൂടുതൽ തേനീച്ച കോളനികൾ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കൃഷി സമൃദ്ധമായി ഉണ്ടാകുവാനും കർഷകർക്കത് ഒരു വരുമാന മാർഗമാകാനും സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ചെറുപുഴ കൃഷിഭവൻ്റെ സഹായത്തോടെയാണ് ഡെന്നി തേനീച്ച കൃഷി നടത്തിയത്. തേൻ വിളവെടുപ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കൃഷി കൂടുതൽ ലാഭകരമാക്കുന്നതിനും വേണ്ടി വിവിധ പദ്ധതികളിലൂടെ സഹായങ്ങൾ നൽകാറുണ്ട്. അങ്ങനെ ഒരു കൃഷിക്കൂട്ട പദ്ധതിയായിട്ട് സംയോജിത കൃഷി നടത്തുന്നവർക്ക് തേനീച്ചകളെ പെട്ടിയും സൗജന്യമായി നൽകുകയും, സൗജന്യമായിട്ടല്ല അതിനാവശ്യമായ സബ്സിഡിയോടുകൂടി നൽകുകയും അതിൻ്റെ വിളവെടുപ്പ് ഇന്നിവിടെ ആയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ 16 പെട്ടികളാണ് നമ്മൾ ഈ കൃഷിയിടത്തിൽ ഇന്നിപ്പോൾ കണ്ടത്. ഇത് കിട്ടിയ ഡെന്നി കാവാലം അത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ച് ഇന്ന് വളരെ നല്ല രീതിയിൽ വിളവെടുക്കുന്നതിന് വേണ്ടി അത് സജ്ജമാക്കിയിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗം രജിത റജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ജോയി, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ സിബി എം തോമസ്, മാത്യു കാരിത്താങ്കൽ, രേഷ്മ വി രാജു, വി ഭാർഗവി, സന്തോഷ് ഇളയിടത്ത്, കൃഷി ഓഫീസർ പി അഞ്ജു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ഗീത, ജോയ്സ് പുത്തൻപുര എന്നിവർ സംസാരിച്ചു. കണ്ണൂർ മീഡിയ, ചെറുപുഴ.